ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത ഒരു പിക്ചർ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നന്നായി പശ തേക്കണം. ആദ്യം നമ്മൾ ജസ്റ്റ് പശ ഇങ്ങനെ എടുത്തിട്ട് അതിനുശേഷം ഒരു പേപ്പർ വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒരേപോലെ തൂത്ത് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് എടുക്കാം. ഇത് നമ്മൾ എന്നിട്ട് അങ്ങനെ തന്നെ ബോട്ടിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത പിക്ചർ അപ്പോൾ കട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ബോട്ടിലേക്ക് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കൈ മാത്രം നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് സ്വീറ്റ് കോൺ ആണ്. എനിക്ക് ആക്ച്വലി ഈ ഐഡിയ കിട്ടിയത് തന്നെ ഈ സ്വീറ്റ് കോൺ കണ്ടപ്പോഴാണ് കേട്ടോ. ഇത് നമ്മുടെ ഒറിജിനൽ ഹെയർ പോലെയല്ലേ, അപ്പോൾ ഈ പിക്ചറിന് ഹെയർ പോലെ സ്റ്റിക്ക് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാനൊരു ഐഡിയ തോന്നിയത് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി പശ തേച്ച് കൊടുത്തിട്ട് ആ ഹെയർ പോലെ ഇരിക്കുന്ന ഇത് നമുക്കങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഹെയർ പോലെ ഉണ്ട് കേട്ടോ, കളർ ചെയ്ത ഹെയർ പോലെ ഉണ്ട് അത്. നമ്മുടെ സുന്ദരി പെണ്ണിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കാം പിസ്ത ഷെൽസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ടും ആ പിക്ചറിലേക്ക് പശ തേച്ച് കൊടുക്കണം. അതിലേക്ക് ഒന്നൊന്നായിട്ട് പിസ്ത ഷെൽസ് എടുത്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. ആദ്യം ഞാൻ വിചാരിച്ചത് ഡ്രസ്സിൻ്റെ പകുതി പിസ്ത ഷെൽസ് കമഴ്ത്തി ഒട്ടിക്കാമെന്നാണ്. കമഴ്ത്തി ഒട്ടിച്ച് നോക്കിയപ്പോൾ എനിക്കതൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് തിരിച്ച് ഫുള്ള് ഡ്രസ്സും പിസ്ത ഷെൽസ് മലത്തി തന്നെയാണ് കേട്ടോ ഒട്ടിച്ചേക്കുന്നത്. ജസ്റ്റ് ആ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെ ഒട്ടിക്കുന്നതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത്. അതിന് വേണ്ടിയാണ് കേട്ടോ.
പിസ്താഷ്യയിൽ അപ്പോൾ ഫുള്ള് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഡ്രസ്സിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് കമഴ്ത്തി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തതിന് ശേഷം ഞാൻ പിസ്താഷ്യൽസ് മലത്തി ഒട്ടിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പെണ്ണിനൊരു നെക്ലേസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ അക്രലിക് പെയിൻ്റാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. ടെറാക്കോട്ട ജ്വല്ലറിക്കൊക്കെ ഉപയോഗിക്കുന്ന പെയിൻ്റാണ്. അപ്പോൾ പെണ്ണിനെ കൂടുതൽ സുന്ദരിയാക്കാനായിട്ട് നമുക്ക് സ്കിൻ കളറും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പുരുകവും കണ്ണും ലിപ്പിലും ഒക്കെ നമുക്ക് ചുണ്ടിലൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് കൊടുക്കാം. അങ്ങനെ കൂടുതൽ സുന്ദരി കുട്ടിയാക്കി എടുക്കാം നമുക്ക്. പിസ്താഷ്യലിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് പെണ്ണ് റെഡി ആയിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പിസ്താഷ്യലിന് പെയിൻ്റ് അടിച്ചിട്ടില്ല. അതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ പിസ്താഷ്യൽ കളർ ചെയ്യാതെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി പിസ്താഷ്യലിൽ കളർ അടിക്കണം. അപ്പോൾ ഗോൾഡൻ കളറാണ് അടിക്കുന്നത്. അപ്പോൾ ഡ്രസ്സിന് ജസ്റ്റ് നമുക്ക് പിസ്താഷ്യൽസിന് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാം. ഷെൽസിന് നമ്മൾ ഗോൾഡൻ കളറൊക്കെ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ വിലയേറിയ ടൈം എടുത്ത് വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.